ശരിക്കും പറഞ്ഞാലേ ചെറുപ്പത്തിൽ കോമഡി ആയിട്ട് തോന്നിയ ചില സിനിമകൾ, കോമഡി പടം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടിരുന്ന ചില സിനിമകൾ ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും ഇതൊന്നും കോമഡി പടങ്ങൾ മാത്രമായിരുന്നില്ല. ജീവിതത്തിന്റെ ഒരു എന്താ പറയാ പ്രശ്നങ്ങളെ കോമഡി വൽക്കരിച്ചതാണ് എന്ന് നമുക്ക് തോന്നും. ഞാൻ പലപ്പോഴും ഈ മോട്ടിവേഷൻ സ്റ്റോറീസുകളോ അല്ലെങ്കിൽ വീഡിയോസുകളോ ഒന്നും അധികം കാണാം. എനിക്ക് മോട്ടിവേഷൻ കിട്ടിയിട്ടുള്ള ചില സിനിമകളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രലേഖയാണ്. ചന്ദ്രലേഖ അധികാലത്ത് കണ്ടുപോയി കഴിഞ്ഞാൽ, ആ ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കിട്ടുന്നൊരു ഉന്മേഷമുണ്ട്. കാരണം അപ്പുക്കുട്ടൻ നായർ എന്ന ലാലേട്ടന്റെ കഥാപാത്രം അനുഭവിക്കാത്ത പ്രതിസന്ധികളില്ല. ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലേ. 100-നെ തേടി അയാൾ ഒരു മഹാനഗരത്തിലേക്ക് വരുന്നു. 100-നോ ഗതിയില്ല. ആ ഗതിയില്ലാത്തവൻ്റെ കൂടെ അപ്പുക്കുട്ടനും കൂടെ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗതികേടിന്റെ ഒരു തലമുണ്ടല്ലോ. മാർവാടികളുടെ അടുത്ത് കടം മേടിച്ച് തിരിച്ചു കൊടുക്കാൻ ഗതിയില്ലാതെ നടക്കുന്ന, പേടിച്ച് നടക്കുന്ന അപ്പുക്കുട്ടനും 100-ന്റെ പ്രണയവും അപ്പുക്കുട്ടൻ എത്തിച്ചേരുന്ന ചില ഇടങ്ങളും, അതൊക്കെ ഒരു ഭീകരം തന്നെ. അങ്ങനെ ഒരു മനുഷ്യൻ അങ്ങനെ ഒരു കാര്യം അനുഭവിക്കുകയാണെങ്കിൽ അയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, അയാൾക്കൊരു അവാർഡ് മേടിച്ചു കൊടുക്കണം. കാരണം അത്തരം സന്ദർഭങ്ങളിലൂടെയാണല്ലോ അപ്പുക്കുട്ടൻ പോയത്. പിന്നെ മറ്റൊന്ന് വെള്ളാനകളുടെ നാടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടില് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ഗതി പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. നമ്മുടെ സിസ്റ്റം ഒന്നും അത്ര സുതാര്യമായിട്ട് നമ്മൾ വളർത്തൂല. സിസ്റ്റം വളർത്തില്ല, നാട്ടുകാർ വളർത്തില്ല, ബന്ധുമിത്രാദികൾ വളർത്തില്ല, നമ്മൾ സ്വയം വളരണം. പക്ഷെ നമ്മൾ വളർന്നതിന് ശേഷം ഇതിന്റെ എല്ലാത്തിനും ക്രെഡിറ്റ് സർക്കാർ വോട്ട്, വീട്ടുകാരും അല്ലെങ്കിൽ നാട്ടുകാരും ഒക്കെ പങ്കുചേരും എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതാണ് വെള്ളാനകളുടെ നാട്. പലപ്പോഴും മറ്റേ ഗൾഫ് മോട്ടേഴ്സും അത് തന്നെ കേട്ടോ. വരവേൽപ്പ് സെയിം സംഭവം തന്നെയാണ്. പിന്നെ മറ്റൊരു സിനിമ പറക്കന്തളിയാണ്. പറക്കന്തളിക്ക് ഒരു സ്ലാപ്സ്റ്റിക് കോമഡി പടം എന്നതിനപ്പുറത്തേക്കായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ബസ്സിനകത്ത് ഒരു മനുഷ്യൻ, രണ്ട് മനുഷ്യനും ഒരു എലിയും ജീവിതം കഴിച്ചു കൂട്ടാണ്. നമുക്കതൊരു തമാശയായിരുന്നു. ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കോമഡി കണ്ട് ചിരിച്ചതാണ് അതിലെ തമാശകളൊക്കെ കണ്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ അവരുടെ നിവൃത്തികേട് കണ്ട് നമ്മൾ കൈയടിച്ചു എന്നുള്ളതാണ് സത്യം. വല്ലാത്തൊരവസ്ഥയല്ലേ. അങ്ങനെ മനുഷ്യർക്ക് ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ നടക്കുന്നത്? എന്തൊക്കെയായിരിക്കും ഇവിടെ നടക്കുന്നത്? ഒരു പിടുത്തവും ഇല്ല. ശരിക്കും അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ടാവും കേട്ടോ. ബസ് അല്ലെങ്കിൽ മറ്റൊരിടം. കിലുകിൽ പമ്പര ഇഷ്ടമാണ്. ദ കാർ എന്ന് പറഞ്ഞ സിനിമ ഇഷ്ടമാണ്. എന്താ പറയാ, മിഥുനം, ഒരു ദാഷാണി ബിസ്ക്കറ്റ് സംരംഭം നടത്തിക്കാൻ വേണ്ടി സേതുമാധവന്റെ ഓട്ടം. ഞാൻ പറഞ്ഞു വന്നത് ചന്ദ്രലേഖ, അല്ലെങ്കിൽ ഈ പറയുന്ന വെള്ളാനകളുടെ നാട്, വരവേൽപ്പ്, ടി ബാലഗോപാലൻ MA, ഇങ്ങനെയൊക്കെയുള്ള പല സിനിമകളുണ്ടല്ലോ. 90s 80s മധ്യത്തിൽ വന്നിറങ്ങിയ പല സിനിമകളും. ശരിക്കും ഇത് ഒരു മോട്ടിവേഷൻ ക്ലാസ്സസ് ആണ് എന്നെനിക്ക്